തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് ഒരു ജഡ്ജി 15 കോടി രൂപ കൂട്ടിയിട്ട് കത്തിച്ചു. ഇന്നലെ നടന്ന ഒറ്റ സംഭവത്തിലൂടെ രാജ്യം തന്നെ അമ്പരന്നു പോവുകയാണ്. നീതിന്യായം കൈയാളുന്നവർ തന്നെ ഇങ്ങനെ കൊടുങ്കൊള്ള നടത്തിയാൽ ഞങ്ങൾ ഇനി ഏത് വാതിൽ മുട്ടും നീതിക്ക് വേണ്ടിയിട്ട് എന്നാണ് ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ ചോദ്യങ്ങൾ നിറയുന്നത്. വീടിന് തീപിടിച്ചപ്പോൾ ജഡ്ജി സ്ഥലത്തില്ലാത്തതിനാൽ മകൾ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. പിന്നാലെ തീ അണച്ചപ്പോഴാണ് പല മുറികളിൽ നിന്നായി 15 കോടിയോളം കണക്കിൽപ്പെടാത്ത തുക ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഞെട്ടിച്ച ഒരു വാർത്തയും ഇത് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന വാർത്തകളാണ് വീണ്ടും നമ്മളെപ്പോലുള്ളവരുടെ ചിന്തകളെ തകിടം മറിച്ചത്. അങ്ങനെ നോട്ടുകെട്ടുകളൊന്നും പിടിച്ചെടുത്തിട്ടില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പുതിയ വാദഗതിയുമായി രംഗത്തെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ തൊട്ടു പിന്നാലെ മറ്റൊരു വീഡിയോ രാജ്യം മുഴുവൻ പടർന്നു. അത് കണക്കിൽപ്പെടാത്ത കൊള്ളയടിച്ച ഈ പണം സ്വന്തം പദവിയും മാനവും രക്ഷിക്കാനായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെതായിരുന്നു. ആ വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. सब कर दे എന്നാൽ ഇതിനിടയിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും യശ്വന്ത് വർമ്മയെ അലഹാബാദിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. സുപ്രീം കോടതി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഒരു സ്ഥലം മാറ്റമുണ്ടായത്. എന്നാൽ അതുമാത്രം പോരാ, ഇതിനു മുൻപും അഴിമതിയുടെയും അനീതിയുടെയും കറകൾ പുരണ്ട ഈ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന അഭിപ്രായങ്ങൾ. അലഹാബാദ് കോടതി പോലും ഈ ജഡ്ജിയെ സ്വീകരിക്കാൻ ഞങ്ങളെന്താ ഡസ്റ്റ്ബിന്നോ എന്ന ചോദ്യത്തിലൂടെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചുവെന്നാണ് രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൊളീജിയം പരിശോധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഏത് കൊലകൊമ്പനും ഒരു ദിവസം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ജഡ്ജിയെ പിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഒരുപക്ഷെ ഒരു തീപിടുത്തം ഉണ്ടായത്.